19-ാം നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ ശക്തികൾ ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിൽ അടക്കി ഭരിച്ച കാലത്ത് ലഹരി ഒരു വ്യാപാരമായി. കോളേജുകളിൽ, പാർട്ടികളിൽ, തെരുവുകളിൽ, ചിലപ്പോൾ സ്കൂളുകളിൽ പോലും ലഹരികൾ സുലഭമായി കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ വെറും മത്സരമായി മാത്രം കാണാതിരിക്കുക, ആ മത്സരത്തിൽ കേവലമായ മാർക്കിന്റെ കണക്കിൽ അവരെ തളച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. ലഹരി ഉപയോഗിക്കുന്നവരിൽ 9% പേർ 10 വയസ്സിന് മുമ്പും, 70% പേർ 15 വയസ്സിന് മുമ്പും, 20%-ഓളം പേർ 19 വയസ്സിന് മുമ്പും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. മക്കളുടെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ അമ്മമാർക്ക് കഴിയും, അച്ഛന്മാർക്കും അത് കഴിയേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾ മക്കളിൽ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ലഹരിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ പറഞ്ഞു വരുന്നത് മദ്യത്തെക്കുറിച്ചല്ല, കഞ്ചാവ് മുതൽ അങ്ങോട്ടുള്ള മയക്കുമരുന്നുകളെ കുറിച്ചാണ്. പലതിനും പല പേരുകളുണ്ട്. ആ പേരുകളൊന്നും നിങ്ങളെ പഠിപ്പിക്കാനല്ല ഈ വീഡിയോ എന്നതുകൊണ്ട് ഓരോന്നിൻ്റെയും പേരുകൾ എടുത്തു പറയുന്നില്ല. ലഹരികൾക്ക് വളരെ പുരാതനമായ ചരിത്രമുണ്ട്. മനുഷ്യന്റെ കൂടെ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു നിഴലാണിത്. പുരാതന കാലത്ത് കഞ്ചാവും അഫീമും ഒക്കെ ഔഷധമായും ആചാരങ്ങളായും ഒക്കെ ഉപയോഗിച്ചിരുന്നതായി കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ ശക്തികൾ ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിൽ അടക്കി ഭരിച്ച കാലത്ത് ലഹരി ഒരു വ്യാപാരമായി. ലോകത്തെല്ലാം അവർ ലഹരിയുടെ കെണിയിൽ കെട്ടിയിട്ടു. സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. നിങ്ങൾ കണ്ടതൊന്നുമല്ല ലോകം. ലഹരി ഇന്ന് ഒരു ആഗോള വ്യവസായമാണ്. പണമൊഴുകുന്ന $1 ട്രില്യൺ ഇരുണ്ട സാമ്രാജ്യം. ഒരു കാലത്ത് പഞ്ചാബ് ഇത്തരം സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ കേന്ദ്രമായിരുന്നു. ഇന്ന് നമ്മുടെ കേരളവും ഇക്കാര്യത്തിൽ തലയുയർത്തി തന്നെ മുമ്പിലുണ്ട്. കോളേജുകളിൽ, പാർട്ടികളിൽ, തെരുവുകളിൽ, ചിലപ്പോൾ സ്കൂളുകളിൽ പോലും ലഹരികൾ സുലഭമായി കഴിഞ്ഞു. കഞ്ചാവ്, സിന്തറ്റിക് ഡ്രഗ്സ് ഇവ എവിടെയും എപ്പോഴും നമ്മുടെ യുവത്വത്തെ വേട്ടയാടുന്ന കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കുട്ടികളും യുവാക്കളും എന്തിനാണ് ഈ ഇരുണ്ട പാതയിലേക്ക് വഴുതി വീഴുന്നത് എന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ? പഠനത്തിന്റെ സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കൂളായിരിക്കണമെന്ന മോഹം, സുഹൃത്തുക്കളുടെ സമ്മർദ്ദം, ഒന്ന് ട്രൈ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം, ഒറ്റപ്പെടൽ, സ്നേഹത്തിന്റെ അഭാവം, ഒരു നല്ല മാർഗനിർദ്ദേശത്തിന്റെ കുറവ്, ഇവയെല്ലാം യുവാക്കളെ ലഹരിയുടെ കെണിയിലേക്ക് തള്ളിവിടുന്നതിനുള്ള കാരണങ്ങളാണ്. സോഷ്യൽ മീഡിയ, പാർട്ടി കൾച്ചർ ഇവയെല്ലാം ലഹരിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. പക്ഷേ ആ ആകർഷണം നിങ്ങളെ ഇല്ലാതാക്കാൻ കരുത്തുള്ള ഒന്നാണ്. ലഹരിക്കടിമയായ ഒരു വ്യക്തി പലപ്പോഴും ജോലി, പഠനം, ബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. കുടുംബങ്ങൾ തകർന്നു പോകുന്നു. കുട്ടികൾ ഒറ്റപ്പെടുന്നു. സമൂഹം അരക്ഷിതമാവുന്നു. ലഹരി വ്യാപാരം, കുറ്റകൃത്യങ്ങൾ, അക്രമം, അരക്ഷിതാവസ്ഥ ഇവയെല്ലാം ഇതിൻ്റെ കൂടെ വർദ്ധിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ അടുത്തറിയാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അവരെ പെട്ടികളിലിട്ട് വളർത്താതിരിക്കാൻ ശ്രമിക്കുക. അവരോട് തുറന്ന് സംസാരിക്കാനും അവരുടെ കൂടെ ആനന്ദം കണ്ടെത്താനും സമയം ചെലവഴിക്കുക. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും കണ്ണൊന്ന് കലങ്ങുമ്പോൾ അത് മനസ്സിലാക്കാനും അവരെ നെഞ്ചോട് ചേർത്തൊന്ന് കെട്ടിപ്പിടിക്കാനും എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു ചോദിക്കാനും രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യവും വളരെ എളുപ്പത്തിൽ തൻ്റെ രക്ഷിതാക്കളുമായി പങ്കുവെക്കാൻ കഴിയുമെന്ന ബോധം കുട്ടികളിൽ ജനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി രക്ഷിതാക്കൾക്കുണ്ട്. വിദ്യാഭ്യാസത്തെ വെറും മത്സരമായി മാത്രം കാണാതിരിക്കുക, ആ മത്സരത്തിൽ കേവലമായ മാർക്കിന്റെ കണക്കിൽ അവരെ തളച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. അവരെ സമ്മർദ്ദത്തിലാകാൻ അനുവദിക്കാതിരിക്കുക. അതിൽ നമുക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വലിയവരെ പോലെ തന്നെ ഒരു മനസ്സ് അവർക്കുമുണ്ട്. ആ കുഞ്ഞു മനസ്സിനെ സംഘർഷഭരിതമാക്കി ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടത് അനിവാര്യതയാണ്. നിനക്കെന്താണ് ഇത്രമാത്രം ആലോചിക്കാൻ എന്ന് സരസമായി ചോദിച്ച് പരിഹസിക്കുന്നവരാണ് ഭൂരിഭാഗവും. അത് വലിയൊരു തെറ്റാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ലഹരിയുടെ നിഴലിൽ നിന്നും യുവത്വത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ശക്തി അത് വീട് തന്നെയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് 60,000-ഓളം പേരിൽ നടത്തിയ ഒരു സർവേ പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവരിൽ 9% പേർ 10 വയസ്സിന് മുമ്പും, 70% പേർ 15 വയസ്സിന് മുമ്പും, 20%-ഓളം പേർ 19 വയസ്സിന് മുമ്പും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഇടപെടൽ വഴിയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏകദേശം 4000-ലധികം 21 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ തന്നെ 40% കുട്ടികൾ 18 വയസ്സിനും താഴെയുള്ളവരാണ് എന്നത് ഞെട്ടിക്കുന്ന കണക്കാണ്. ഇതിൽ ഭൂരിഭാഗവും മാരകമായ സിന്തറ്റിക് ഉപയോഗിച്ചവരാണ്. മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത, ഇതിൽ 20% പേരും 100 ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ടും പൂർണ്ണമായി അതിൽ നിന്നും മുക്തി നേടിയിട്ടില്ല എന്നതാണ്. 2004-ൽ 27,000 കേസുകളിൽ നിന്നായി 30,000-ഓളം പേരെ അറസ്റ്റ് ചെയ്തു. 45 കോടിയോളം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയവർ മുൻ വർഷത്തേക്കാൾ 45% അധികമാണ്. വെറും 3.5 കോടി മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ നമ്മളെ അസ്വസ്ഥമാക്കണം. ലഹരി മാഫിയയുടെ കൈകളിൽ നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള മനോബലം നമുക്കുണ്ടാവണം. മക്കളുടെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ അമ്മമാർക്ക് കഴിയും, അച്ഛന്മാർക്കും അത് കഴിയേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾ മക്കളിൽ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവരെ തിരുത്താൻ ഏതറ്റം വരെയും പോകാൻ നമുക്ക് ശക്തി ഉണ്ടാവണം. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ കയ്യിലാണ്. ആ കൈകളിൽ അത് സുരക്ഷിതമായിരിക്കാൻ ജാഗ്രതയോടെ പെരുമാറേണ്ട ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. മയക്കുമരുന്നുകൾ ശ്വാസകോശങ്ങളെ, ഹൃദയത്തെ, തലച്ചോറിനെ ആക്രമിക്കുന്നവയാണ്. ശാസ്ത്രീയമായി കഞ്ചാവിന് THC തലച്ചോറിന്റെ ഡോപ്പമൈൻ റിലീസിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്.
ഡോപ്പമൈൻ സന്തോഷത്തിന്റെ പ്രചോദനത്തിന്റെ രാസവസ്തുവാണ് എന്നൊരു പക്ഷേ നിങ്ങൾക്കറിയുമായിരിക്കും. ഇത് തടസ്സപ്പെടുമ്പോൾ ഓർമ്മശക്തി, ശ്രദ്ധ, തീരുമാനമെടുക്കാനുള്ള കഴിവ് എല്ലാം മെല്ലെ മെല്ലെ ഇല്ലാതാവുന്നുണ്ട്. ഇത്തരം ലഹരികളുടെ സ്ഥിരമായ ഉപയോഗം യാഥാർത്ഥ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ഒരു ലോകം നിങ്ങൾക്ക് സമ്മാനിക്കും. സൈക്കോട്ടിക് എപ്പിസോഡ്സ് എന്ന മനോഹരമായ ഒരു പേരിട്ട് നമുക്കിതിനെ വിളിക്കാം. ലഹരി ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ്. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തെ പിഴുതെറിയാൻ കഴിയേണ്ടതുണ്ട്. സുഹൃത്തുക്കൾ സ്നേഹത്തോടെ ഇത്തരം ലഹരികൾ നിങ്ങൾക്ക് നേരെ വച്ചു നീട്ടുമ്പോൾ നോ എന്ന് പറയുക. ഒരു നല്ല സുഹൃത്ത് നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നവനല്ല, നിന്റെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നവനാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ഒരു വലിയ വിലയേറിയ രത്നം പോലെയാണ്. ഒരു നിമിഷത്തെ ആനന്ദത്തിനു വേണ്ടി ആ രത്നം വലിച്ചെറിയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. ലഹരിയോട് നോ പറയുക, നല്ല സ്വപ്നങ്ങളോട് യെസ് പറയുക. കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഒരു ശുദ്ധമായ ജീവിതം തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.